രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റിനെ തന്നെ 4ആയി തിരിച്ചിരിക്കുന്നു. അതിൽ രണ്ടാമത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ആദ്യ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ ഇതിലും നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം, അതിന്റെ കീവേഡുകളും എന്ന് നോക്കാം. നോക്കൂ, പ്രസന്റ് കണ്ടിന്യൂസിൽ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒന്നുകിൽ ആം, അതല്ലെങ്കിൽ ഈസ്, അതല്ലെങ്കിൽ ആറ് എന്നുള്ളത് കൊടുക്കണം. ആം, ഈസ്, ആറ്. ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ മാത്രമാണ് ആം കൊടുക്കുന്നത്. ഐ ആം. വേറെ ഒരു സബ്ജക്റ്റിന്റെ കൂടെയും ആം എന്നുള്ളത് കൊടുക്കൂല. ഐ വന്നാൽ മാത്രം ആം കൊടുക്കുന്നു. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഈസ് കൊടുക്കുന്നത്. ഇപ്പൊ ഹി ഈസ്, ഷീ ഈസ് എന്നൊക്കെ കൊടുക്കും. ബോയ് ഈസ്, ഗേൾ ഈസ്, ടീച്ചർ ഈസ്, സ്റ്റുഡന്റ് ഈസ്. ആറ് കൊടുക്കുന്നത് എപ്പോഴാണ്? പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോഴാണ് ആറ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞു സെന്റൻസ് ഫോം ചെയ്യുന്നതിന് പറ്റും. അപ്പൊ ഐ ആണ് വരുന്നതെങ്കിൽ ഐ ആം, ഹി ആണെങ്കിൽ ഹി ഈസ്, ദേ ആണെങ്കിൽ ദേ ആർ. അപ്പൊ ഇനി അടുത്തത് വേണ്ടത് അതിന്റെ കൂടെ ചേർത്ത് എഴുതേണ്ടതെന്ന് പറഞ്ഞ വെർബാണ്. വെർബ് ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ ഹി വരികയാണെങ്കിൽ ഹി ഈസ് റൈറ്റ് പ്ലസ് ഐ എൻ ജി, റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ്. ദേ ആണെങ്കിൽ ദേ ആർ റൈറ്റിംഗ്. ഐ ആണെങ്കിൽ ഐ ആം റൈറ്റ്. ഇനി വേറൊരു വേർഡ് എടുക്കാം. ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ സിംഗ് എന്നുള്ള വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഐയുടെ കൂടെ വരുന്നത് നമ്മൾ ചേർത്ത് പറയുമ്പോൾ സെന്റൻസ് ആക്കുമ്പോൾ ഐ ആം സിംഗിങ്. ബോയ് ആണെങ്കിൽ ബോയ് ഈസ് സിംഗിങ്. ബോയ്സ് ആണെങ്കിൽ ബോയ്സ് ആർ സിംഗിങ്. ഇനി ഡ്രൈവ് എന്നുള്ള വേർഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വെർബ് എടുക്കുകയാണെങ്കിൽ അത് നോക്കിക്കോളൂ. ഐ വരികയാണെങ്കിൽ ഐ ആം ഡ്രൈവിംഗ്. ഇനി ഹി ആണെങ്കിലോ ഹി ഈസ് ഡ്രൈവിംഗ്. ദേ വന്നു കഴിഞ്ഞാൽ ദേ ആർ ഡ്രൈവിംഗ്. അപ്പോൾ ഇതുപോലെ ഏതൊരു വെർബ് എടുത്തിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ റൈറ്റ് വരികയാണെങ്കിൽ ഐ ആം റൈറ്റിംഗ്. ഐ ആം റൈറ്റിംഗ്. ഹി ആണെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ്. ദേ ആണെങ്കിൽ ദേ ആർ റൈറ്റിംഗ്. ഇനി നോക്കൂ, ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ടെൻസ് ഫോം ചെയ്യാൻ അറിയാം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ഉപകരിക്കുമെന്ന് നോക്കാം. നൗ, സ്റ്റിൽ, ടുഡേ, അറ്റ് പ്രസന്റ്, അറ്റ് ദ മൊമെന്റ്. ദീസ് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ യൂസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ പറയുന്ന സന്ദർഭത്തിൽ ഒരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. Present continuous tense is used to indicate an action that is going on at the time of speaking. I am teaching എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ആം ടീച്ചിങ് എപ്പോഴാണ്? അറ്റ് പ്രസന്റ്, അറ്റ് നൗ. ദ ബോയ് ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് ഞാൻ കണ്ടുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഊഹിച്ചുകൊണ്ട് പറയുന്നു. ദ ബോയ് ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ ബോയ് ക്രിക്കറ്റ് കളിക്കുകയാണ്. ദേ ആർ ഡാൻസിങ് എന്ന് പറയുകയാണെങ്കിൽ അവർ അറ്റ് പ്രസന്റിൽ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ സൂചന. അങ്ങനെ ആ പറയുന്ന നിമിഷത്തിൽ ഒരു പ്രവൃത്തി സംഭവിക്കുകയാണെങ്കിൽ അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും നമുക്ക് പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പ്രധാനമന്ത്രി അടുത്ത ആഴ്ച ചൈന സന്ദർശിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് ചൈന നെക്സ്റ്റ് വീക്ക്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സെൻസുമായിട്ട് ബന്ധമുള്ള ചില വേർഡുകളുണ്ട്. നമ്മൾ എന്തൊക്കെയാണ്? സി എന്നുള്ളത് നമ്മുടെ സെൻസുമായിട്ട് ബന്ധമുള്ളതാണ്, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ് തുടങ്ങുന്ന വാക്കുകൾ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സുമായി ബന്ധമുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്, നോ, റെക്കഗ്നൈസ്, റിമെമ്പർ, ഫോർഗെറ്റ്, ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഹേറ്റ് തുടങ്ങുന്ന വേർഡുകൾ. കണ്ടെയ്ൻ, കൺസിസ്റ്റ്, കോസ്റ്റ്. എന്തായി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡുകൾ ഒന്നും പ്രസന്റ് കണ്ടിന്യൂസിൽ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നോക്കൂ, ഈ സെന്റൻസ് ഒരു സെന്റൻസ് എഴുതാം. ഐ ആം ടേസ്റ്റിംഗ് ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ആം ടേസ്റ്റിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസ് തെറ്റാണ്. അപ്പോൾ ഇവിടെ ടേസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കൊടുത്തു. അതെന്താണ്? സെൻസുമായിട്ട് ബന്ധമുള്ളതാണ്. ഇത് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതില്ല. ആം പ്ലസ് ടേസ്റ്റ് പ്ലസ് ഐ എൻ ചെയ്യുന്ന കൊടുക്കില്ല. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്നത് ഐയുടെ കൂടെ വരുന്നത് പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ്. ഐ ടേസ്റ്റ് ഇറ്റ് എന്ന് പറയും. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. നൗ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞങ്ങൾ
വേറെ ചില ജോലികളിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണ്, ഇപ്പൊ പുറത്തേക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്തോ കാര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നൗ വന്നിട്ടുണ്ട്. നൗ എന്ന് പറയുന്ന ഒരു കീ വേർഡ് ആണെന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്നതാണ്. വിൽ ബി റെയിനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, വരത്തില്ല. വാസ് റെയിനിങ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, വരത്തില്ല. ഈസ് റെയിനിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, വരും. ഹാസ് ബീൻ റെയിനിങ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? വി കനോട്ട് ഗോ ഔട്ട് നൗ. ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, ഈ പുറത്തേക്ക് വരാമോ, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരാൻ കഴിയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്, ഇപ്പോൾ മഴ പെയ്യുകയാണ്. എവരിഡേ ഐ വാക്ക് ടു സ്കൂൾ. നോക്കൂ, എവരിഡേ എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വാക്ക് എന്നുള്ള സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ട്. എവരിഡേ ഐ വാക്ക് ടു സ്കൂൾ, എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ നടന്നാണ് പോകാറുള്ളത് എന്ന് പറയുന്നു. എന്നാൽ ടുഡേ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ടുഡേ എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് വരണം. ആം ഗോയിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വന്നേക്കാം, ഗോ വരത്തില്ല, അത് സിമ്പിൾ പ്രസന്റ് ആണ്. വെന്റ് സിമ്പിൾ പാസ്റ്റ് ആണ്, വരത്തില്ല. ഗോസും സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ബൈ ബസ്. സാധാരണ ഞാൻ സ്കൂളിൽ നടന്നാണ് പോകാറുള്ളത്, എന്നാൽ ഇന്ന് ബസ്സിൽ പോകുന്നു. ഷീ കുക്സ് വെൽ, അവൾ നന്നായി പാചകം ചെയ്യാറുണ്ട്. നൗ സാധാരണയുള്ള കാര്യമാണ്, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഷീ കുക്സ് വെൽ എന്ന്. ഇനി നൗ ഇപ്പോൾ എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഷീ ഈസ് കുക്കിംഗ് എന്ന് വരണം. നൗ വന്നിട്ടുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് വരണം. അപ്പോൾ കുക്ക് അല്ല, കുക്സ് അല്ല, കുക്ക്ഡ് അല്ല, ഈസ് കുക്കിംഗ്. നൗ ഷീ ഈസ് കുക്കിംഗ് എ ന്യൂ ഡിഷ്. ദ സ്നോ ഡാഷ് നൗ. സൂചന തന്നിട്ടുണ്ട്. എന്ത് സൂചനയാണ്? നൗ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്. നൗ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഫാൾ സിമ്പിൾ പ്രസന്റ് ആണ്, വരത്തില്ല. ഫാൾസ് രണ്ടാമത്തെ ഓപ്ഷൻ, അത് സിമ്പിൾ പ്രസന്റ് വരത്തില്ല. ഈസ് ഫാളിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഫെൽ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ദ സ്നോ ഈസ് ഫാളിംഗ് നൗ. ഇപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചന കൊടുക്കുന്നു. ഹി റൈറ്റ്സ് ടു മീ എവരി മന്ത്. എവരി മന്ത് നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. റൈറ്റ്സ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ട്. എല്ലാ മാസവും അവൻ എനിക്ക് എഴുതാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാര്യം പറയുന്നത് ടുഡേ. ടുഡേ വരുന്നത് എവിടെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. റൈറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് വരത്തില്ല. റൈറ്റ്സ് സിമ്പിൾ പ്രസന്റ് വരത്തില്ല. ആം റൈറ്റിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വരാം. പിന്നെ റോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് വരത്തില്ല. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING. യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാൻ. ടു ഇൻഡിക്കേറ്റ് an action that is going on at the time of speaking. രണ്ടാമത്തെ യൂസ്, പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. ഇനി അതിൽ വരുന്ന ടൈം വേർഡുകൾ നൗ, സ്റ്റിൽ, ടുഡേ, അറ്റ് പ്രസന്റ്, അറ്റ് ദ മൊമെന്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് നോക്കാം.